ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും അമ്മയും ഞങ്ങളെല്ലാം കൂടെ ഇപ്പോൾ കോട്ടയത്തിന് പോവുകയാണ്. ഇന്ന് കോട്ടയത്തെ ബാർ അസോസിയേഷനിലെ ലേഡി വക്കീലുമാരെല്ലാവരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ എന്നെ അവർ വിളിച്ച് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നുണ്ട് വ്ളോഗ് എടുക്കാനായിട്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പാക്കേജ് ആയിട്ടാണ്, ഒരു ദിവസത്തെ ട്രിപ്പുമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ. തുടങ്ങി ഇതാണ് നമ്മുടെ കോട്ടയത്തെ കോടതി കേട്ടോ. ഇവിടെ തന്നെയാണ് കളക്ടറേറ്റും. അപ്പൊ ഗായ്സ്, ദേ നമ്മള് എത്തി. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഫുൾ കോട്ടയം ബാർ അസോസിയേഷനിലെ വക്കീലുമാരോടാണ്. എല്ലാം അമ്മയുടെ കൂട്ടുകാരും എല്ലാവരുമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പൊ വന്ന് ഇറങ്ങി. നമ്മളൊരു പാക്കേജ് എടുത്തിരിക്കുകയാണ്. ബെൽ ഫാംസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞ അവരുടെ വൺ ഡേ പാക്കേജാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഇപ്പം 11:15 അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം മൺട്രോത്തുരുത്താണ് കേട്ടോ. മൺട്രോത്തുരുത്തിൽ നമ്മുടെ കൊല്ലത്ത് അവിടെയാണ്. നമ്മൾ ട്രെയിനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ എപ്പോഴും ട്രെയിനിൽ നിന്ന് കാണുന്നൊരു സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എപ്പോഴും പറയുന്നതാണ് വരണം. അവസാനം ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ റെയിൽവേ ട്രാക്കിൽ ക്രോസ് പോവുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ നേരെ കാണുന്നത് ഈ സ്ഥലമാണ് കേട്ടോ. ഫസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അപ്പം അത് കുടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇതിൽ പോകുന്നത്. അപ്പം നേരെ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഫ്രഷാണ് റൂം അവർ തരുന്നത്. അപ്പം ഗൈസ്, നമുക്കിതൊരു ജ്യൂസും പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടേഴ്സ് തന്നു. പിന്നെ ഇനിയിപ്പം ഇവിടെ റൂംസ് അവൈലബിൾ ആണ്, ഫ്രഷ് ആവണമെങ്കിലോ ഒക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് മറ്റേ ഷിക്കാര റൈഡ് അല്ലേ അമ്മേ? അതാന്ന് തോന്നുന്നു. മറ്റേ ബോട്ട്, ചെറിയൊരു ബോട്ടില്ലേ, അങ്ങനത്തെ ഇതിൽ ഉള്ള റൈഡാന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ലഞ്ചാണ്. കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, ആ ഡബ്ബിയുണ്ട് ഇവിടെ. റൂംസ് ഉണ്ട് കേട്ടോ, ഡ്രസ്സ് മാറാനായിട്ടൊക്കെ ആയിട്ട്.
പിടിക്കുന്നത്. അവര് ബാക്കിയുള്ളവർ ആ വണ്ടിക്കാണ് കേട്ടോ. നമ്മൾ 14 പേര് ഇതേ കയറി, അവരെല്ലാം വരുന്നേ ഉള്ളൂ. കണ്ടോ ഗൈസ്, ഇതിങ്ങനെ വെച്ച് ഇതിപ്പോൾ തിരിച്ചോണ്ടിരിക്കുക. നമ്മൾ തിരിഞ്ഞു ഗൈസ്. മാമന്റെ പേരെന്നാ? മംഗളാനന്ദൻ. അവര് പെട്ടെന്ന് തുഴഞ്ഞ് നീങ്ങിയണ്ടോ. ചേച്ചിമാരെല്ലാം കൂടെ അവൾ എടുക്കുന്നുണ്ട്. തൊഴിലുറപ്പിന് പോയിട്ട് വരും. അതെ, മസ്റ്റായിട്ട് നിങ്ങൾ പോകണം. നല്ല കാറ്റാണ്, ചുറ്റും വെള്ളം. വാവ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല വന്നപ്പോൾ. അമ്മ വിളിച്ചപ്പോൾ ചുമ്മാ പോകുന്നേ ഉള്ളൂ. പിന്നെ നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഈ അറ്റത്താണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഐ ഫീൽ സംതിങ് ബ്യൂട്ടിഫുൾ. അവരിതേ അതിൽ വരുന്നുണ്ട്. നോക്ക്, കണ്ടൽക്കാട് നോക്ക് ഗൈസ്. അവിടെ മീൻ പിടിക്കുന്നല്ലേ? ഇല്ല, കല്ലടയാറ് തീരുന്ന സ്ഥലമാണ് ഗൈസ്. കായലും ആറും കൂടെ ചേരുന്ന സ്ഥലമാണിത്. ആറിലോട്ട് കയറി. ഇവിടെ എന്താ നമ്മള് ഇത് എന്തോ മരത്തിന്റെ ഇടയിൽ കൂടെ കണ്ടുപോകും അല്ലേ മാമ? ഇതിനിടയിൽ കൂടെ. ഹായ്, നോക്കിക്കോ ഗൈസ്, നമ്മളിതിനിടയിൽ കൂടെ കയറാൻ പോവാണ്.
അതിൻ്റെ ചില്ല ഉടക്കാതിരിക്കാൻ അവിടുന്ന് അവരുണ്ട് ഇതെല്ലാം മാറ്റാണ് ഗൈസ്. ഇത് മറ്റേ നമ്മൾ ഫോട്ടോസിലൊക്കെ കാണത്തില്ലേ സ്ഥലം ഇതാണ്. മൺട്രോത്തുരത്ത് നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് ഗൈസ്. ഹായ്. അടുപ്പിക്കാൻ നമ്മളെ ഈ നടുക്കൊണ്ട് നിർത്തി മരത്തെ കയറിയിരിക്കും ഫോട്ടോ എടുക്കാം. മരത്തിന് ഭയങ്കര കട്ടി, എന്നാ വന്നാലും പൊത്തിലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതാ വലിഞ്ഞു കയറി ഗൈസ്. അപ്പം എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക ഫോട്ടോസൊക്കെ എടുക്കാൻ. കണ്ടല്ലോ. ആ ഈ കമ്പിന് വരെ നല്ല കെട്ടുക. ഞങ്ങളെല്ലാം ഈ മരത്തേല് അല്ല കൊള്ളം കേസ് നല്ല രസമുണ്ട്. എല്ലാരും പറഞ്ഞത് പറയുമായിരുന്നു. മോളെ ഇനിയിപ്പൊ എല്ലാരെയും കൊണ്ട് വരണം. സത്യം. അമ്മ പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയില്ലേ മരം കയറുന്നേ? അതെ 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 അതെ. ജാതിയെ കൊണ്ട് കയറി ചേച്ചി ആ മോളെ ഒന്ന് കൈ കൊടുക്കണേ. അതീ അടുത്ത തിരക്ക്. ബിസ്ക്കറ്റ് കഴിക്കണം അതിനിടയിൽ. അപ്പുറത്ത് വലിയ മരവും എല്ലാരും കൂടെ വെള്ളത്തിൽ നിൽക്കുകയാണ് ഗൈസ്. വെള്ളത്തിലിറങ്ങി. വെള്ളത്തിൽ ഇവിടെ മറ്റേ കരിക്കും വെള്ളവും ചായയും എന്തോ സ്നാക്സ് കിട്ടും തോന്നുന്നു, കാപ്പിയും കിട്ടും. അപ്പൊ അവിടുന്ന് നമ്മളിപ്പോ ഡാൻസും റീൽസും ഒക്കെ എടുത്ത് തിരുവാതിരകളായിരുന്നു ഇവരെല്ലാം കൂടെ. അപ്പൊ ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തില്ലെങ്കിൽ ഇവിടെ വരുന്നവരെല്ലാവരും ഒരു എക്സ്ട്രാ പെയർ ഡ്രസ്സുമായിട്ട് വേണം നിർബന്ധമായിട്ടും വരെ, എന്നാലേ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിക്കും. അപ്പോൾ ഇതേ നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ്. ശരിക്കും നനഞ്ഞ കേട്ടോ. അപ്പൊ ഞാൻ ജീൻസ് ഇട്ടോണ്ട് ഞാൻ ഉണങ്ങാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പം വന്ന റിസോർട്ടിലോട്ട് തന്നെ പോവാണ്. അവിടെയാണ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം കാണാം. ഫോണിനാണ് ചാർജ് ഇപ്പം തീരും. അപ്പം ഇനി ചെന്നിട്ട് കുത്തിയിടണം കേട്ടോ. അപ്പം ഇനി അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസ് കാണാം. ഇനി തിരിച്ചു പോകുന്നത് കൂടെ കാണിച്ചാൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. രണ്ടാമൂമ്മ ഡാറ്റ തരുന്നത്. അയ്യോടാ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോമ്മേ. നമുക്ക് ഈ സാ പാലം അത് ട്രെയിൻ വരുന്ന പോലെ നമ്മൾ എപ്പോഴും തിരുവനന്തപുരം പോകുമ്പം നല്ല ഭംഗിയുള്ള കുറേ ദൂരം ഇങ്ങനെ വെള്ളം കാണത്തില്ലേ, അതിതാണ് ഗൈസ്. നമ്മളിപ്പോൾ മൊത്തത്തിൽ കറങ്ങി. ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ അമ്മയുടെ ഫോണിലാണ് കേട്ടോ എടുത്തത്. എനിക്കാണെങ്കിൽ അയ്യോടെ ഫോട്ടോ എടുക്കും. എനിക്കാണെങ്കിൽ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ, പിന്നെ കുത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ എടുത്തതാ.
ഇനിയിപ്പോൾ ഉള്ളത് പെഡൽ ബോട്ടിങ്ങും പിന്നെ ഹറ്റിങ്ങിനിങ്ങനെ തുഴയുന്ന സാധനം, പിന്നെ തന്നെ ചവിട്ടി തുഴയുന്ന അത് തന്നെ പോകുന്നു. ഇവരായിരത്തില്ല, 2 പേർക്ക് വെച്ച് പോകുന്നതാണ് ഇവിടെ ഈ ഏരിയയിൽ തന്നെ. അത് രണ്ടുമാണ് ഇനിയുള്ളത്. അപ്പോൾ ഫുഡ് കഴിച്ചതിപ്പോൾ തന്നെ നമ്മൾ മടുത്ത്. 5 തരം നോൺ വെജ് ഉണ്ടായിരുന്നു. എല്ലാം മീൻ, വെറൈറ്റി ഫിഷൊക്കെ ആയിരുന്നു. കൂന്തൽ, പിന്നെ ടൈഗർ പ്രോൺസ്, കരിമീൻ, പിന്നെ മീൻകറി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പായസം ഉണ്ടായിരുന്ന സാധനം, പിന്നെ കള്ള് വേണ്ടവർക്ക് കള്ളും തരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ചെങ്കിൽ ആർക്കും വയ്യ. മീൻ വേണം നമുക്ക് ചൂണ്ടയിടാം, അവർ ചൂണ്ടയൊക്കെ തരും. ഗൈസ് ഊഞ്ഞാലുണ്ട് ഗൈസ് ഇവിടെ. ഇവർ മറ്റേ പെഡൽ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഗൈസ് ഇത് ഈ പുറത്ത് ഇവിടെയാണ്. ഇതിൽ നമുക്ക് പെഡൽ ബോട്ടിങ്ങും ഹയാക്കിങ്ങും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ആരാണ്ടൊക്കെ പോയിട്ടുണ്ട്, കാണാമോ നിങ്ങൾക്ക്? കണ്ടോ? അതിൽ നമുക്ക് 2 പേരായിട്ടും 4 പേരായിട്ടും നമുക്ക് ചവിട്ടാം. അത് കിട്ടി തന്നെ ചവിട്ടി പോകണം ഗൈസ്. കാറ്റ് കാരണം ഇവര് പുറകോട്ട് വന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. ഇതാണ് പൂള്. നമ്മുടെ പാക്കേജിൽ നമ്മൾ ഈ പൂളും കൂടെ ഉൾപ്പെടെയാണ് നമുക്ക് പാക്കേജിലുള്ളത് കേട്ടോ. നമ്മൾ മേളിൽ കയറുകയാണ് കേട്ടോ. ആടുമായിരിക്കും. ഹായ്, കാറ്റുണ്ട് കേട്ടോ. ഗൈസ് ഈ ചേട്ടന്മാരാണ് നമ്മളെ കൊണ്ടുവിട്ടെ. ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഇതിങ്ങനെ കണ്ട് നല്ല രസം. ഇവിടെ കയറാൻ ഇത് കണ്ടോ, ഒരു ഇതുണ്ട്, കമ്പുണ്ട്. പക്ഷെ ഇച്ചിരി മെനക്കെട പറയും. സ്റ്റെപ്പിൽ കൂടെ ഞങ്ങൾ കയറിയത് ഗൈസ്. പാട്ടൊക്കെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്. പഴംപൊരിയും എല്ലാവരും ഇത്രയും നല്ല സ്വിമ്മിംഗ് പൂളിലായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ അവിടെ മറ്റേ ഊഞ്ഞാൽ പോലത്തെ സാധനമില്ല, എൻ്റെ പേരെനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, കയറും കൊണ്ടുള്ള ഊഞ്ഞാൽ, അതൊക്കെ ഒരു കിടപ്പൊക്കെ വരുന്നത്. ഇവരെല്ലാം പൂളിലൊക്കെ ഇറങ്ങിട്ടോ. ഇനി ചായ കുടിച്ച് നമ്മൾ ഇറങ്ങും. ഓക്കെ, വന്ദേ ഭാരത് വരുന്നുണ്ട് ഗൈസ്. അയ്യോ, വന്നതും പോയതും ഇറങ്ങില്ല, പെട്ടെന്ന് വരുന്നത് ഗൈസ്. ഈ ചേട്ടൻ എനിക്ക് കറക്റ്റായിട്ട് എന്നെ ഓർമ്മിപ്പിച്ച് കറക്റ്റ് 5:10 ആകുമ്പം ഇവരുടെ ഫ്രണ്ടിൽ കൂടെ ഇത് വരും കേട്ടോ. എന്നെ വന്ന് കറക്റ്റ് ഓർമ്മിപ്പിച്ച് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ എടുത്താണ്. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? അജിത്ത് എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ്റെ പേര് അനന്തു. ഹായ് എനിക്ക്. ഇവിടുത്തെ റൂമിന്റെ ഒക്കെ റേറ്റ് ഒന്ന് പറയാവോ? ആ, 3500. ഒരു നൈറ്റ് സ്റ്റേക്ക്. ആ, അതിനകത്ത് ഇത് വരും. ഇന്ന് നമ്മൾ പോയാലും പാക്കേജ് ഒക്കെ വരുമോ? ഇല്ല അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീയാ? ആ, മറ്റേ ഷിക്കാര നേരത്തെ പറയണം. ആണല്ലേ? ആ, ഇത് നമ്മൾ ഒരു ദിവസത്തെ പാക്കേജ്. അപ്പോൾ ഗൈസ്, ഇത് ഒരു ദിവസത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ 1499 പാക്കേജാണ്. പാക്കേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം, പിന്നെ വിത്ത് ഫുഡ്, പിന്നെ സ്റ്റേക്ക് വരുമ്പോഴത്തേന് ഇവിടെയുള്ള സംഭവങ്ങൾ, പെഡൽ ബോട്ടും ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. മറ്റേ ഷിക്കാര റൈഡ് വേണമെങ്കിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം. അങ്ങനെ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചുമ്മാ ഇവർ പോകുന്നതുകൊണ്ട് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്ന. അപ്പം എനിക്കങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഇവിടെ എന്താണെന്ന് എനിക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ ഉറപ്പായിട്ടും വരും കേട്ടോ, ഫാമിലി ആയിട്ട്. ഇനിയിപ്പം പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം, ഫുൾ തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞു. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് എന്നാലും തിരക്കാണ്. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാം.
ഗൈസ് നമ്മൾ പോവാണ്. ഗൈസ് വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് പോവാണ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളൊക്കെ ഇറങ്ങി നമ്മുടെ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? അടിപൊളി. ഇവരും കുറെ എൻജോയ് ചെയ്തു. എനിക്കും കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കും ബോറൊന്നും അടിച്ചില്ല. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മൺട്രോത്തുരുത്ത് ഒരിക്കലെങ്കിലും ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം. അത്ര മസ്റ്റ് ആയിട്ട് പോയിരിക്കേണ്ട ഒരു സ്ഥലം അല്ലേ? നല്ല രസമാണ്. കൊമരകം പോലെയല്ല, അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. വേറൊരു ടൈപ്പാണ്. നിങ്ങൾ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.